പ്രെഡിക്റ്റബിൾ സ്റ്റോറിയാണെങ്കിലും പ്രെഡിക്റ്റബിൾ ആയിക്കൊണ്ട് തന്നെ എൻ്റർടൈനിങ് ആയി നിലനിർത്താൻ കഴിയുന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം. വളരെ ലൈറ്റ് ഹാർട്ടഡായ ഒരു സിമ്പിൾ സിനിമ, കോമഡിയാണ് ഹൈലൈറ്റ്. അതും ഓൾമോസ്റ്റ് എല്ലാം തന്നെ വർക്കാവുന്നുണ്ട്. ഫാമിലി ഓഡിയൻസ് എന്നല്ല, മൊത്തത്തിൽ മലയാളികൾക്ക് ഓണത്തിന് ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു സിനിമയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. വളരെ സിമ്പിളായൊരു പ്രണയകഥയും അതിനു ചുറ്റുമുള്ള കുടുംബ ബന്ധങ്ങളും നൈബർഹുഡ് ക്യാരക്ടേഴ്സും ചേർത്ത് ഹ്യൂമറിനും ഇമോഷൻസിനും പ്രാധാന്യം നൽകി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണിത്. കഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പല ഘട്ടങ്ങളിലും നമുക്ക് മനസ്സിലാകും. പക്ഷേ അതിലേക്ക് സിനിമ എത്തുന്ന വഴിയാണ് യഥാർത്ഥ എൻ്റർടൈൻമെൻറ്റ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കഥയിലേക്ക് ഓടിക്കയറാതെ കഥാപാത്രങ്ങളെ സെറ്റിൽ ചെയ്യാൻ കുറച്ച് സമയമെടുക്കുന്നുണ്ട്. എന്നാൽ അത് സിനിമയുടെ ജോണറിന് അനുയോജ്യമാണ്. ഈ കഥാപാത്രങ്ങളെ സെറ്റ് ചെയ്യുന്നത് പോലും തമാശയിലൂടെയാണെന്നുള്ളത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് യാതൊരു മടുപ്പും തോന്നുന്നുമില്ല. നിവിൻ പോളി അവതരിപ്പിച്ചിരിക്കുന്ന ജസ്റ്റിൻ വളരെ നാച്ചുറലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതേസമയം നിവിനെ ഇത്തരമൊരു കഥാപാത്രത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് സാറ്റിസ്ഫൈയിങ് ആയൊരു കാസ്റ്റിംഗ് കൂടിയാണിത്. നിവിൻ്റെ സ്ക്രീൻ പ്രസൻസും കോമിക് ടൈമിങ്ങും കഥാപാത്രത്തിന് വളരെ നന്നായി ചേരുന്നുണ്ട്. വലിയ ഇമോഷണൽ പെർഫോമൻസ് ആവശ്യപ്പെടുന്ന കഥാപാത്രമല്ല ജസ്റ്റിൻ. അതുകൊണ്ട് ചില സീരിയസ് മൊമെൻറ്റ്സ് ഒഴികെ അദ്ദേഹത്തിന് അമിതമായി ഇമോഷൻ പ്രകടിപ്പിക്കേണ്ടി വരുന്നൊന്നുമില്ല. ആവശ്യമായിടത്തത് കൃത്യമായി ചെയ്യുന്നുമുണ്ട്. പക്ഷേ സിനിമയുടെ യഥാർത്ഥ സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് മമിത ബൈജുവിൻ്റേതാണ്. ആഷ്ലി എന്ന കഥാപാത്രത്തെ വളരെ കൺവിൻസിംഗ് ആയി അവതരിപ്പിച്ചിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറി, എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ്, ഇമോഷണൽ സീൻസ് എന്നിവയിൽ എല്ലാം ഒരു നാച്ചുറൽ ക്വാളിറ്റി കാണാം. പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ കഥ കൂടുതൽ ആഷ്ലിയുടെ ഇമോഷണൽ സ്ട്രഗിളിലേക്ക് മാറുമ്പോൾ മമിത ആ ഭാഗം വളരെ നന്നായി ക്യാരി ചെയ്യുന്നുമുണ്ട്. ജസ്റ്റിനും ആഷ്ലിക്കും ഇടയിലെ റിലേഷൻഷിപ്പാണ് സിനിമയുടെ പ്രധാന ഭാഗം. ഏജ് ഗ്യാപ്പ് എന്നത് സിനിമയിൽ വെറും ഒരു കോമഡി എലമെൻ്റായി മാത്രം ഉപയോഗിക്കുന്നില്ല. അത് ജെനുവിൻലി ഒരു ഇമോഷണൽ ഇഷ്യൂ ആയി കഥാപാത്രങ്ങളെ ബാധിക്കുന്നുണ്ട്. എന്നാൽ സിനിമ അതിനെ വളരെ ഹെവി സോഷ്യൽ ഡ്രാമയാക്കി മാറ്റുന്നുമില്ല. പ്രധാനമായും ജസ്റ്റിൻ്റെയും ആഷ്ലിയുടെയും ഇമോഷണൽ സ്ട്രഗിളിലൂടെയും ആഷ്ലിയുടെ ഫാമിലിയുടെ പ്രതികരണങ്ങളുമാണ് സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇവിടെ സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അതിൻ്റെ ഹ്യൂമറാണ്. കോമഡി ഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ക്യാരക്ടേഴ്സിൻ്റെ നേച്ചറിൽ നിന്നും സിറ്റുവേഷൻസിൽ നിന്നുമാണ് കോമഡി വരുന്നത്. വൺ ലൈനർ കോമഡിയേക്കാൾ സിറ്റുവേഷണൽ കോമഡിക്കാണ് കൂടുതൽ പ്രാധാന്യം. ചില ഐറ്റംസൊക്കെ അന്യായമാണ്. ആളുകളുടെ ചിരിയുടെ ഇടയിൽ മിസ്സായി പോയ കോമഡികൾ വരെയുണ്ട്. നൈബർഹുഡ് ഫാമിലിയും സിനിമയുടെ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രധാന ഭാഗമാണ്. ഇവർ വെറും ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടേഴ്സായി നിലനിൽക്കുന്നവരല്ല. ഓരോരുത്തർക്കും ചെറിയൊരു പേഴ്സണാലിറ്റി, നേച്ചർ അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റോറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പലരും സൈഡ് കിക്ക് ക്യാരക്ടേഴ്സ് ആണെങ്കിലും അവർ കഥയുടെ ലോകത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നും. സെക്കൻഡ് ഹാഫിൽ 2 പുതിയ കഥാപാത്രങ്ങൾ എത്തുന്നുണ്ട്. അവർ സ്ക്രീനിൽ വരുന്ന സമയത്ത് ലീഡ് പെയറിനെ പോലും മറികടക്കുന്ന രീതിയിൽ ഓഡിയൻസ് അറ്റൻഷൻ നേടുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. അവർ കോമഡിക്ക് വേണ്ടി മാത്രം കൊണ്ടുവരുന്ന ക്യാരക്ടേഴ്സ് അല്ല, പ്ലോട്ടിലും അവർക്ക് പ്രധാനപ്പെട്ട റോളുണ്ട്. അതുകൊണ്ട് അവരുടെ പ്രസൻസ് സിനിമയെ കൂടുതൽ എൻ്റർടൈൻ ആക്കുന്നുമുണ്ട്. സ്റ്റോറിയുടെ കാര്യത്തിൽ എന്തെങ്കിലും വലിയ പുതുമ അവകാശപ്പെടാനൊന്നുമില്ല. എൻഡിങ് എങ്ങനെയായിരിക്കും എന്ന് ഒരു ഘട്ടം കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. വലിയ ട്വിസ്റ്റൊന്നും സിനിമയുടെ ലക്ഷ്യമേ അല്ല. ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാമെങ്കിലും അതിലേക്ക് എത്തുന്ന വഴിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമയുടെ പ്രധാന എൻ്റർടൈൻമെൻറ്റ്. അതായത് അടുത്തത് എന്ത് സംഭവിക്കും എന്ന ക്യൂരിയോസിറ്റിയേക്കാൾ ഇതെങ്ങനെ സംഭവിക്കും എന്നതാണ് സിനിമ നമ്മളിൽ ഉണ്ടാക്കുന്നത്. അതും സീരിയസ് ഡ്രാമ വഴിയല്ല, കൂടുതലായും ഹ്യൂമർ വഴിയാണ്. ജസ്റ്റിൻ്റെയും ആഷ്ലിയുടെയും റിലേഷൻഷിപ്പ് കൂടുതൽ ഇമോഷണലി കോംപ്ലിക്കേറ്റഡ് ആകുമ്പോഴും സറൗണ്ടിങ് ക്യാരക്ടേഴ്സ് സിനിമയെ ലൈറ്റായി നിലനിർത്തുന്നുണ്ട്. ഏജ് ഗ്യാപ്പ് റിലേഷൻഷിപ്പിൻ്റെ സോഷ്യൽ കോൺസിക്വൻസസ് ഒന്നും സിനിമ വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അതിനൊരു വലിയ സോഷ്യൽ ഡിബേറ്റ് ആക്കി മാറ്റാതെ വ്യക്തിപരമായ ഇമോഷണൽ സ്ട്രഗിളായി തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ആഷ്ലിയുടെ ഫാമിലിയുടെ ഭാഗത്താണ് ഈ കോൺഫ്ലിക്റ്റ് കൂടുതൽ ശക്തമായി കാണുന്നത്. സ്റ്റോറിയിലെ ആകെ പ്രശ്നം തോന്നിയൊരു ഭാഗം ഇതുതന്നെയായിരുന്നു. ഒരു ഭാഗത്ത് ഇമോഷണൽ കൂടുതൽ നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഹ്യൂമർ കൊണ്ട് അതിനെ ബാലൻസ് ചെയ്യുന്നു. പിന്നീട് ആ ചിരിബഹളത്തിൻ്റെ ഇടയിൽ ഇതൊന്നും ഒരു പ്രശ്നമായി തോന്നിയതുമില്ല. ടെക്നിക്കൽ സൈഡിൽ സിനിമ വളരെ മികച്ചതാണ്. എഡിറ്റിംഗ് വളരെ സ്മൂത്താണ്. മ്യൂസിക്കും BGMഉം സിനിമയുടെ വലിയ ടെക്നിക്കൽ സ്ട്രെങ്ത്സ് തന്നെയാണ്. പ്രത്യേകിച്ച് സിനിമാറ്റോഗ്രഫി. തുടക്കത്തിലൊക്കെ ഒരു കോമഡി ഡ്രാമയ്ക്ക് വേണ്ടിയുള്ള വലിയ പരീക്ഷണങ്ങളൊന്നും നടത്താത്ത DOP ആണെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് സീനിൽ ചില അൺഎക്സ്പെക്റ്റഡ് സിനിമാറ്റോഗ്രഫി ചോയ്സസ് സിനിമയെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഓഡിയൻസ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വരുന്ന ചില വിഷ്വൽ മൊമെൻറ്റ്സ് തിയേറ്ററിൽ വലിയ റിയാക്ഷൻ ഉണ്ടാക്കിയിരുന്നു. ആ രംഗങ്ങൾ കാണുമ്പോൾ ഓഡിയൻസ് ജെനുവിൻലി എക്സൈറ്റഡ് ആകുന്ന തരത്തിലുള്ള സിനിമാറ്റിക് സർപ്രൈസ് സിനിമ നൽകുന്നുണ്ട്. അതാണ് സിനിമയുടെ ടെക്നിക്കൽ സൈഡിൽ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യം. പ്രെഡിക്റ്റബിൾ സ്റ്റോറി ആണെങ്കിലും പ്രെഡിക്റ്റബിൾ ആയിക്കൊണ്ട് തന്നെ എൻ്റർടൈനിങ് ആയി നിലനിർത്താൻ കഴിയുന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം. വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയൊരു സിമ്പിൾ സിനിമ, കോമഡിയാണ് ഹൈലൈറ്റ്. അതും ഓൾമോസ്റ്റ് എല്ലാം തന്നെ വർക്കാവുന്നുമുണ്ട്. ഫാമിലി ഓഡിയൻസ് എന്നല്ല, മൊത്തത്തിൽ മലയാളികൾക്ക് ഓണത്തിന് ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു സിനിമയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്.
കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.